വളയം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വളയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് ഗാന്ധി പ്രതിമ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി അനാച്ഛാദനം ചെയ്തു. സ്കൂളുകളിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായാണ് പ്രതിമ നിർമ്മിച്ചത്. ജില്ലയിലെ തിരഞ്ഞെടുത്ത 5 വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗാന്ധിയൻ മൂല്യങ്ങളും ആദർശങ്ങളും പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി പറഞ്ഞു. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മയ്ക്ക് കൂടി വേണ്ടി തന്നെയാണ് ഇന്ന് നമ്മൾ ഈ എല്ലാ സ്കൂളുകളിലും ഗാന്ധി പ്രതിമ വയ്ക്കണമെന്നുള്ള ഒരു തീരുമാനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എടുത്തത്. നമുക്കറിയാം, ഗാന്ധിയൻ ആദർശങ്ങൾ അതേപോലെ തന്നെ വീക്ഷണങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുന്നു. പലപ്പോഴും ഗാന്ധിജിയെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ സമഗ്ര വികസനമാണ്. ആ വികസനമാണ് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാവേണ്ടതെന്ന് കൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പരിപാടിക്ക് PTA പ്രസിഡന്റ് ശ്രീ കണ്ടോ ശ്രീജി സ്വാഗതം പറഞ്ഞു. ഈ പരിപാടിയുടെ ചടങ്ങിന്റെ സ്വാഗതം പറയുമെന്നുള്ള കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 8ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം 8 കോടിയിലധികം രൂപയാണ് ഈ സ്കൂളിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. കിഫ്ബിയിലെ ഫണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യനായ നാദാപുരം MLA ശ്രീ K വിജയൻ്റെ ആസ്തി വികസന ഫണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നന്നായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നല്ല നിലയിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിമയുടെ ശില്പി ഗുരുകുലം ബാബുവിനെ ആദരിച്ചു. പ്രിൻസിപ്പൽ മനോജ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന മാർക്കായ 1200-ൽ 1199 മാർക്കും നേടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ അപർണ എന്ന വിദ്യാർത്ഥിനിയാണ്. ശാസ്ത്രമേളകളിൽ 5 3-ലും 1ാം സ്ഥാനം കൈവരിച്ച് നാദാപുരം ഉപജില്ലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ വിദ്യാലയമാണ്. കൂടാതെ കലോത്സവത്തിൽ 2ാം സ്ഥാനവും നമുക്കാണ് ലഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്ന സംവിധാനങ്ങളായ NSS, SBC, ലിറ്റിൽ കൈറ്റ്സ്, JRC തുടങ്ങിയവയും നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നജ്മ CV, സുരേഷ് മാസ്റ്റർ കൂടത്താം കണ്ടി, തുണരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നജ്മ യാസൻ, വാർഡ് മെമ്പർ VP ശശിധരൻ, M ദിവാകരൻ, ചന്ദ്രൻ മാസ്റ്റർ, കോറോത്ത് അഹമ്മദ് ഹാജി, KT കുഞ്ഞിക്കണ്ണൻ, ശങ്കരൻ മാസ്റ്റർ, O പ്രേമൻ, C ബാലൻ, VP ചന്ദ്രൻ, അധ്യാപകരായ ഷീജ NK, K സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രിൻസിപ്പൽ ലിനീഷ് മാസ്റ്റർ ചടങ്ങിന് നന്ദി പറഞ്ഞു. ഫിഡെ റേറ്റിംഗിൽ ഇടം നേടി ദ്യുതിക് പാർവൺ. ഫിഡെ റേറ്റിംഗിൽ ഇടം നേടി ദ്യുതിക് പാർവൺ. ചെസ്സിൽ മിന്നും താരമായി മാറുകയാണ് വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി ദ്യുതിക് പാർവൺ. അന്താരാഷ്ട്ര റാങ്കിംഗ് നിശ്ചയിക്കുന്ന ഫിഡെ റേറ്റിംഗിൽ വളയം ചുഴലിലെ ഈ കൊച്ചുമിടുക്കൻ ഇടം നേടി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ മാസം നടന്ന അന്താരാഷ്ട്ര ഫിഡെ റേറ്റഡ് ചെസ് ടൂർണമെന്റിൽ അന്താരാഷ്ട്ര താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ദ്യുതിക് അഭിമാന നേട്ടം കൈവരിച്ചത്. സംസ്ഥാന ചെസ് ടൂർണമെന്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ചുഴലിലെ തൈവച്ച പറമ്പത്ത് സുരേഷ് ഷൈജി ദമ്പതികളുടെ മകനാണ് ദ്യുതിക് പാർവൺ. ദ്യുതിക് വളയം ന്യൂസിനോടൊപ്പം ചേരുന്നു. ഹായ് ദ്യുതിക്, കൺഗ്രാറ്റ്സ്. അപ്പോൾ ആ ചെസ് കോമ്പറ്റീഷൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാമോ? പുതിയൊരു ഇത് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അത് എൻ്റെ ജീവിതത്തിനെ മാറ്റി മറിച്ചത്. ഞാനിപ്പോൾ ഒരു അറിയപ്പെടുന്ന ഒരു ചെസ് പ്ലെയറായി. അപ്പോൾ ഭാവിയിൽ ചെസ്സിൻ്റെ രീതിയിലാണോ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ചെസ്. അപ്പോൾ ആദ്യമായി ചെസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത് എങ്ങനെയാണ്? അത് ഞാൻ അച്ഛൻ്റെ കൂടി കളിച്ചപ്പോൾ അച്ഛനാണ് ആദ്യം ഇതിലേക്ക് നയിച്ചത്. വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തിലേക്കാണ്? ഫിഡെ മാസ്റ്ററാണ്.